guys, welcome back to my channel Alfred's World for wisdom and fun. മോനെ, ഇന്ന് നീ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താ പറയാൻ പോകുന്നത്? പ്ലേയിങ്ങിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയാണ്. ഓക്കെ മോനെ, പ്ലേയിങ് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണ്, ഗുണം? പ്ലേയിങ് കൊണ്ടുള്ള ഏറ്റവും നല്ല ഗുണം നമുക്ക് നല്ല സന്തോഷം കിട്ടും. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അതോടൊപ്പം മറ്റെന്ത് ഗുണങ്ങളും കൂടിയുണ്ട്? നമ്മുടെ ബോഡി നല്ല ആക്റ്റീവ് ബോഡി ആക്റ്റീവ് ആകുന്നു. വെരി ഗുഡ്. അപ്പോൾ ആൽഫ്രഡ് കുറേ സമയം കാർട്ടൂണൊക്കെ കാണാറുണ്ടല്ലോ. പക്ഷേ ഞാൻ കളിക്കാറുമുണ്ട്. ഓക്കെ, മോനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കളി ഏതാ? കള്ളനും പോലീസും. കള്ളനും പോലീസ്. അതിലെന്താ ഇത്ര ഇഷ്ടം വരാൻ കാര്യം? കള്ളനും പോലീസും കളിക്കുമ്പോൾ നല്ല ത്രില്ല. അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ കള്ളനെ പിടിക്കാൻ നല്ല ത്രില്ലല്ല. അത് ശരിയാണ്, കള്ളനെ പിടിക്കുന്നതിലൊരു ത്രില്ലുണ്ട്. അപ്പോൾ നമുക്കിനെ ക്രിസ്മസിലേക്ക് വരാം. ആൽഫ്രഡ് ക്രിസ്മസൊക്കെ ആകാറായല്ലോ. അപ്പം അമ്മയ്ക്ക് ക്രിസ്മസിനെ പറ്റിയുള്ള ഓർമ്മകൾ അമ്മ ഇപ്പം ഷെയർ ചെയ്യാം നമ്മുടെ വ്യൂവേഴ്സുമായിട്ട്. മോനെ എന്തൊക്കെയാണ് ക്രിസ്മസിനെ പറ്റിയുള്ള മോൻ്റെ ഓർമ്മകളൊന്ന് പറഞ്ഞേ. LKG UKG ഒക്കെ എൻ്റെ അപ്പൻ ക്രിസ്മസിനുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പനും ഞാനും കൂടെ ആണ് ക്രിസ്മസ് ആഘോഷിക്കുക. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ഓർമ്മ. അത് ശരിയാ മോനെ. മോനും അപ്പനും കൂടി പുൽക്കൂടുണ്ടാക്കുകയും രാത്രി പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് പോവുകയൊക്കെ ചെയ്തിരുന്ന ആ മനോഹരമായ ദിനങ്ങൾ നമ്മുടെ അതിനെ തിരിച്ചു വരില്ലല്ലോ മോനെ. അപ്പൻ അനശ്വരതയുടെ ലോകത്തേക്ക് പോയല്ലോ. അത് നമ്മൾ എന്നാലും നമ്മുടേതായ രീതിയിൽ ചെറിയ രീതിയിൽ ക്രിസ്മസൊക്കെ അങ്ങ് ആഘോഷിക്കുക തന്നെ. അമ്മയുടെ കാലത്ത് മോനറിയോ, നല്ല ഫണ്ണായിരുന്നു. അമ്മയുടെ വീട് മോനറിയില്ലേ, കണ്ണൂരാണ്, കണ്ണൂർ സൈഡല്ലേ. അവിടെ കുറച്ച് വില്ലേജാണല്ലോ. അവിടെ നല്ല ഫാമൊക്കെ ഉണ്ട്. ഫാമിൻ്റെ സൈഡിലൊക്കെയാണ് വീട്. അപ്പം നമുക്ക് ഇന്നത്തെ പോലുള്ള വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ ക്രിസ്മസിന് സ്റ്റാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മോനറിയാവോ? അതാണ് വെരി ഫണ്ണ്. നമ്മളിങ്ങനെ ഈ ബാമ്പോ ഇല്ലേ, മുള, അതറിയില്ലേ, അതൊക്കെ വെട്ടിയിട്ട് കട്ട് ചെയ്ത് നല്ല സ്റ്റാറിൻ്റെ ഷേപ്പിലാക്കി അതിൽ നല്ല വർണ്ണക്കടലാസുകളൊക്കെ ഒട്ടിച്ച് അതിൽ വിളക്ക്, ലാൻഡേൺ എന്ന് പറയുന്ന വിളക്ക്, നമ്മളിപ്പം നമ്മുടെ എല്ലാ ഡിജിറ്റൽ സ്റ്റാറിലൊക്കെ മിന്നുമല്ല, അതുപോലെ അവിടെ മിന്നാനൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു വിളക്ക് വെക്കും. വിളക്ക് വെക്കാനുള്ള ഒരു സൗകര്യം അതിലാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് അത് വീടിൻ്റെ മുമ്പിലുള്ള ഒരു മരത്തിലിങ്ങനെ ഹാങ് ചെയ്യും, കെട്ടിത്തൂക്കും. പിന്നത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി കരോള് വരും. കരോള് മോനും ഓർമ്മയില്ല, ഇവിടെയും വരാറുണ്ടല്ലോ. പക്ഷെ കരോള് വരുമ്പോൾ ഞങ്ങൾ കരോള് വരുന്ന കൂടെ ഞങ്ങൾ പള്ളിയിലേക്ക് നടന്ന് കരോളിൻ്റെ കൂടെ പോകും. അതൊരു വലിയ മെമ്മറിയാണ്. പിന്നെ മോനിന്ന് കാണുന്ന പോലത്തെ വലിയ സൗകര്യങ്ങളൊന്നും അന്നില്ലല്ലോ. എൻ്റെ അവിടെയൊന്നും ഇലക്ട്രിസിറ്റി ഒന്നും അന്നില്ലായിരുന്നു, നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സിലൊന്നും. അപ്പം മോനറിയാൻ ഇന്ന് മോന് ക്രിസ്മസിനെ പറ്റി ഓർക്കുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ ആദ്യം ഓർമ്മ വരുന്നത് കേക്കല്ലേ. ഞങ്ങളന്ന് ചൈൽഡ്ഹുഡ് ഡേയ്സിൽ നിന്ന് ഇതുപോലെ കേക്ക് ഉണ്ടാക്കാനോ കേക്ക് വാങ്ങിക്കാനോ ഒന്നും ഇല്ല, സൗകര്യങ്ങളില്ല. അപ്പം നമ്മളന്ന് ഉണ്ടാക്കുന്നത് വീട്ടിൽ കുറച്ച് വേറെ സ്പെഷ്യൽ ഡിഷസാണ്. അത് ഞങ്ങൾ പല രീതിയിൽ അപ്പങ്ങളൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അതിലൊരപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്പം എന്ന് പറയും. അതെങ്ങനെ ഉണ്ടാക്കുന്നത് മോനറിയോ? അത് നമ്മൾ അരിയൊക്കെ ഉരലെന്നൊക്കെ പറയണേ, ഇന്നത്തെ പോലെ മിക്സിയിലൊന്നുമല്ല, അതിലൊക്കെ പൊടിച്ച് നല്ല പൊടിച്ചെടുത്ത് അതിൽ തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും ഒക്കെ ചേർത്ത് അതിൽ കുറച്ച് കള്ള ആഡ് ചെയ്യും, കള്ളെന്ന് പറയുന്നത്. അതൊക്കെ ചേർത്തിട്ട് പുളിപ്പിക്കാൻ വെക്കും. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ രാത്രി പുളിപ്പിക്കാൻ വെക്കും. നേരം വെളുക്കുമ്പോൾ ക്രിസ്മസ് ദിനത്തിൽ അത് നല്ല ചുട്ട് നല്ല അപ്പമാക്കി എടുക്കും. അതിൻ്റെ കൂടെ ബീഫ് കറിയാണ് കഴിക്കുക. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ നല്ല ഓർമ്മ. പിന്നെ എൻ്റെ അപ്പനുണ്ടല്ലോ, പടക്കം വലിയ ഒരു ചാക്കിൽ മേടിച്ച് കെട്ടി ഞങ്ങളുടെ തട്ടുംപുറത്ത് വയ്ക്കും, ടെറസിൽ. അവിടെ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ എടുക്കാതിരിക്കാൻ. എന്നിട്ട് ആ ദിവസം നിനക്ക് അറിയോ, അത് ഞങ്ങളെടുത്ത് തലേ ദിവസം 24-ാം തീയതി മുതൽ അതൊക്കെ പൊട്ടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന നല്ല ഫണ്ണൊക്കെ ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ക്രിസ്മസ് ഓർമ്മകൾ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മോൻ്റെ ക്രിസ്മസിൻ്റെ കുറച്ച് ഓർമ്മകളും
എൻ്റെ കുറച്ച് ഓർമ്മകളും കൂടി നമ്മളിന്ന് നമ്മുടെ വ്യൂവേഴ്സിനോട് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിന്നെ 2 പേർക്കും കൂടെ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാം. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാ ചാനൽ കാണുന്നവർക്കും നല്ല രീതിയിലുള്ള ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ നടത്താൻ സാധിക്കട്ടെ. ആധ്യാത്മികമായ രീതിയിലും ഭൗതികമായ രീതിയിലും നല്ല ഒരനുഭവം, ആനന്ദവും സന്തോഷവും ഉണർവും ഒക്കെ നൽകുന്ന ഒരു ക്രിസ്മസ് ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മോന് എന്താ പറയാനുള്ളത് വ്യൂവേഴ്സിനോട്? എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിനോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. എന്താന്ന് ചോദിച്ചാൽ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. മുന്നേ തന്നെ മോൻ വിഷ് ചെയ്യുന്നല്ലേ? അതെ, ഓക്കെ. കാരണം ക്രിസ്മസ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുമല്ലോ. അത് നേരാ, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് വരുമല്ലോ. താങ്ക് യു. ഓക്കെ മോനെ. അപ്പം നമുക്ക് മോൻ ചാനൽ കാണാനും കൂടി അവരോട് പറഞ്ഞേക്ക്. ഓക്കെ, പ്ലീസ് വാച്ച് മൈ ചാനൽ ആൻഡ് ഇഫ് യു ലൈക്ക് ദ വീഡിയോ, please like it, share it and subscribe it.